ഹലോ ഫ്രണ്ട്സ്, 5 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി കോൺ റൈസ് റെസിപ്പിയാണ് ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. റെസിപ്പീസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. കോൺ റൈസിന് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുന്നത് എക്സ്ട്രാ വെർജിൻ ഓലിവ് ഓയിൽ യൂസ് ചെയ്യുമ്പോഴാണ്. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കനൽ ഓയിലോ സൺഫ്ലവർ ഓയിലോ ഉപയോഗിക്കാം. പക്ഷേ ഓലിവ് ഓയിലിൻ്റെ അത്രയും ടേസ്റ്റ് വേറെ ഏത് ഓയിൽ ഉപയോഗിച്ചാലും കിട്ടില്ല. പിന്നെ വെളിച്ചെണ്ണ ഇതിനായിട്ട് ഉപയോഗിക്കാനും പാടില്ല. 7 ചുവന്നുള്ളി, 3 പച്ചമുളകും ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഈ ചുവന്നുള്ളിക്ക് പകരം സവോള, ഒരു മീഡിയം സൈസ് സവോളയാണെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് അത് ചേർത്താലും മതി കേട്ടോ. ടേസ്റ്റിന് ഒരു കുഴപ്പവും വരാൻ പോകുന്നില്ല. നമ്മൾ ചേർത്തിട്ടുള്ള ഉള്ളിയുടെ കളർ മാറേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്കിതിലോട്ട് വേവിച്ചിട്ടുള്ള കോൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനൊരിക്കലും ക്യാൻ ഫുഡിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല, പക്ഷെ എൻ്റെ കയ്യിൽ ഇത് ഓൾറെഡി ഇരിക്കുന്നതുകൊണ്ട് ഞാനിത് ഉപയോഗിക്കുന്നു, അത്രേ ഉള്ളൂ. ഇത് സ്വീറ്റ് കോണിൻ്റെ ഒരു ക്യാനാണ്. ഫ്രഷ് ആയിട്ട് എപ്പോഴും കോൺ വാങ്ങിച്ച് വേവിച്ചെടുക്കുന്നതാണ് എപ്പോഴും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. അപ്പോൾ എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ഫ്രഷ് കോൺ വേവിക്കുന്നത് എന്നുള്ളത് എൻ്റെ ചാനലിൽ തന്നെ ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് മുകളിൽ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ചേർത്തിട്ടുള്ള സ്വീറ്റ് കോൺ നമ്മൾ എത്ര അരിയാണോ ചേർക്കുന്നത് അതിൻ്റെ നേർ പകുതി ക്വാണ്ടിറ്റിയാണ് ചേർക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കോണിനൊരു പ്രത്യേക ഒരു കണക്കൊന്നുമില്ല. നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം, കുറവ് മതിയെങ്കിൽ കുറവ് ചേർക്കാം. ഇതുപോലെ ടിന്നിൽ കിട്ടുന്ന സ്വീറ്റ് കോണാണ് യൂസ് ചെയ്യണമെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും വെള്ളത്തിലിട്ട് കഴുകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അത്രയെങ്കിലും പ്രിസർവേറ്റീവ്സ് കുറച്ചെങ്കിലും പോയി കിട്ടുമല്ലോ. പിന്നെ ഫ്രഷ് ആയിട്ടാണ് കോൺ വേവിക്കണമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ അടർത്തെടുക്കാനായിട്ട് പറ്റും. വെന്ത സ്വീറ്റ് കോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് 2 മിനിറ്റ് ഇളക്കിയാൽ മതി കേട്ടോ. ഇനി നമുക്കിതിലോട്ട് വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ബസ്മതി അരി ചേർത്ത് കൊടുക്കാം. ഏകദേശം 1.5 കപ്പ് അരി എടുത്ത് വേവിച്ചതാണിത്. ഇതിനെ 2 ബാച്ചായിട്ടാണ് ചേർക്കുന്നത്. ആദ്യത്തെ ബാച്ച് ചേർത്ത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടുത്ത ബാച്ചും ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. രണ്ടാമത്തെ ബാച്ച് ചോറ് ചേർത്ത് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതിലോട്ട് ചേർക്കുന്ന ഉപ്പിനെ കുറിച്ച് പറയാൻ മറന്നുപോയി. സ്വീറ്റ് കോൺ നമ്മൾ ചേർത്തില്ലേ, അതിൻ്റെ പുറകെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ വേണമെങ്കിൽ അരി വേവിക്കുന്ന സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് വേവിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതനുസരിച്ച് വേണം നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഉപ്പ് കൂടി പോകാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇതിലോട്ട് ചേർക്കുന്ന ചോറ് ഒരിക്കലും ഓവർ കുക്ക്ഡായി പോകരുത്. ഒരുപാട് വെന്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അതങ്ങനെ പൊടിഞ്ഞു പോകും, അല്ലെങ്കിൽ കുഴഞ്ഞു പോകും. അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല, കാണാനും ഭംഗി ഉണ്ടാവില്ല, കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവില്ല. സാധാരണ നമ്മൾ ബിരിയാണിക്കും ഫ്രൈഡ് റൈസിനൊക്കെ എടുക്കുന്ന ആ ഒരു പാകം വേണം ഇതിലോട്ടുള്ള റൈസ് ഉപയോഗിക്കാനായിട്ട്. ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ബസ്മതി അരി കുക്ക് ചെയ്തതിന് ശേഷം നന്നായിട്ട് തണുക്കണം. ചൂടോടുകൂടി മിക്സ് ചെയ്യരുത് കേട്ടോ, അപ്പോഴും ഇങ്ങനെ ഉടഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഉപയോഗിക്കാം. അപ്പോൾ ഏറ്റവും നല്ലത് തലേദിവസം രാത്രി നിങ്ങൾ ബസ്മതി അരി വേവിച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അങ്ങനെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ആ ഒരു ഷേപ്പും ഫോമൊന്നും പോകാണ്ട് നല്ല കറക്റ്റ് പരിവായിട്ട് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. അത്രേ ഉള്ളൂ, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതിൽ വെറുതെ 2 ഇൻഗ്രീഡിയൻസ് അല്ലേ ഉള്ളൂ, ഇതിന് എന്ത് ടേസ്റ്റ് വരുന്നത്. പക്ഷേ ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് വളരെ സിമ്പിളാണെങ്കിലും ആ കോണിൻ്റെയൊക്കെ സ്മെല്ല് വരുമ്പോഴല്ലോ ഒരു പ്രത്യേക രുചിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഓഫീസിലോട്ടും സ്കൂളിലോട്ടൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു ലഞ്ച് ബോക്സ് റെസിപ്പി കൂടിയാണിത്. അപ്പോൾ ഇന്ന് ഞാൻ ഇതിൻ്റെ കൂടെ ഗ്രിൽഡ് ചിക്കൻ വെച്ചിട്ടൊരു ചെറിയൊരു റോസ്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും പിന്നെ ബ്രോക്കോളി, സ്റ്റീം ചെയ്ത ബ്രോക്കോളിയും കൂടിയാണ് വെക്കുന്നത്. വളരെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറി ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും ഇഷ്ടപ്പെടും. വളരെ വളരെ ടേസ്റ്റിയാണ്. ശരിക്കും നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ഫീല് കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും അതോടൊപ്പമുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഞാൻ എപ്പോൾ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.